നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിലെ മനോഹരമായ ഒരു ഡാമിനെ കുറിച്ചുള്ള ഒരു ട്രാവൽ ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ മുഴുവനായി കണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രകൃതി മനോഹരമായ ഈ ഡാം സൈറ്റിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഇത് തിരുവനന്തപുരത്ത് നിന്നും 16 കിലോമീറ്റർ മാറി വെള്ളനാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ മനോഹര ദൃശ്യമാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്നത് തിരുവനന്തപുരം നഗരത്തിലേക്ക് ശുദ്ധജലം കൊണ്ടുപോകാനായി തയ്യാറായി നിൽക്കുന്ന ടാങ്കറുകളാണ്. ഹലോ, ഈ കാണുന്നതാണ് അരുവിക്കര ഡാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അരുവിക്കര ഡാമിന്റെ കുറച്ച് കാണാ കാഴ്ചകളിലേക്കാണ്. ഈ കാണുന്ന അരുവിക്കര ഡാമിൽ നിന്നാണ് നമ്മുടെ നഗരത്തിലേക്കുള്ള കുടിവെള്ളം എല്ലാം എത്തിക്കുന്നത്. നമ്മുടെ കരമനയാറിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 ഡാമുകളാണ് അരുവിക്കര ഡാമും പേപ്പാറ ഡാമും. ഈ അരുവിക്കര ഡാം സ്ഥാപിച്ചത് 1930-ലാണ്. പേപ്പാറ ഡാം സ്ഥാപിച്ചത് 1983-ലുമാണ്. നമ്മുടെ മലയോര പ്രദേശങ്ങളിലെ ജലം മുഴുവൻ നമ്മുടെ പേപ്പാറ ഡാമിൽ സംഭരിച്ച് അവിടെ നിന്നാണ് നമ്മുടെ അരുവിക്കര ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അരുവിക്കര ഡാമിൽ മൊത്തം 6 ഷട്ടറുകളാണ് ഉള്ളത്. അതിലിപ്പം 2 എണ്ണം മുഴുവനായിട്ടില്ല, ഒരു 10 സെൻറ്റിമീറ്റർ വരെ തുറന്നിട്ടുണ്ട്. ജലസംഭരണിയിലെ ജലം കറക്റ്റായിട്ട് തോത് നിലനിർത്താൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടെ നല്ല മഴയാണെങ്കിൽ ഇവർ 6 ഷട്ടറും തുറക്കും. ഇപ്പം എന്താ 2 എണ്ണം തുറന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. വെല്ലിംഗ്ടൺ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ പ്രോജക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അരുവിക്കരയിലാണ്. വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇവിടെ ഈ അരുവിക്കര ഡാം നിർമ്മിച്ചത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ബലിക്കൽപുര. തിരുവല്ലം പരശുരാമ ക്ഷേത്രം കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബലിതർപ്പണ സ്ഥലമാണ് ഇവിടെ. കുറച്ച് അധികം ആൾക്കാർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യം നമ്മുടെ അരുവിക്കര ബലിക്കൽപുരയിൽ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഈ ശിവ പാർക്ക്. എന്നാൽ ഇപ്പോൾ കോവിഡ് മാനദണ്ഡ പ്രകാരം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് വിശ്രമിക്കാനും ഒക്കെയുള്ള സൗകര്യം ഈ പാർക്കിലുണ്ട്. ഈ ഡാമിന് അടുത്ത് വരെ എത്തുന്ന ഒരു നടപ്പാത ഈ പാർക്കിനുള്ളിൽ കൂടി തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഡാമിനോട് ചേർന്നുള്ള നടപ്പാതയാണിത്. വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡാമിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. ഡാമിനോട് ചേർന്ന് തന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു ദേവീക്ഷേത്രമുണ്ട്. സപ്തമാതൃസങ്കല്പത്തിലുള്ള ദേവീ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ഇവിടെയുള്ള മീനുകൾക്ക് അരി ഭക്ഷണമായി നൽകിയാൽ നമ്മുടെ ശരീരത്തിലുണ്ടായിട്ടുള്ള അരിമ്പാറയ്ക്ക് ശമനം ഉണ്ടാകുമെന്ന് പരക്കെ വിശ്വസിക്കുന്നു. ഇവിടെ നിന്നാണ് മീനുകൾക്ക് അരി നൽകുന്നത്. എന്നാൽ ഇപ്പം ഡാമിലെ ഷട്ടറൊക്കെ തുറന്നിരിക്കുന്നതിനാൽ ഇപ്പം മീനുകളെ ഒന്നും തന്നെ കാണാനില്ല.
ഇതിൻ്റെ മുകളിലായിട്ടൊരു പാലമുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടിയുള്ള ഡാമിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ക്ഷേത്രത്തിനടുത്തായി ഒരു കല്യാണ മണ്ഡപമുണ്ട്. അതിനടുത്തായി മറ്റൊരു മനോഹരമായ സ്പോട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. നഗരത്തിലേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു പൈപ്പ് ലൈൻ്റെ ഒരു ഭാഗമാണ് ഇതിനകത്തൂടെ പോകുന്നത്. നല്ല ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ലൊക്കേഷനാണ്. പക്ഷേ ഇതുവരെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. പണ്ട് ദൂരദർശനിലെ ചില പാട്ടുകളിലൊക്കെ ലൊക്കേഷനായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരും ഇത് ശ്രദ്ധിക്കാതെ ആകെ അഴുക്കുമൂടി കിടക്കുകയാണ്. ഒരു മലയുടെ നടുക്കൂടെ തുരന്ന് ഒരു തുരങ്കപാതയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി പോകാൻ പറ്റില്ല. മൊത്തം ചെളിയും വെള്ളമായിട്ട് കിടക്കുകയാണ്. ഈ തുരങ്കപാത നേരെ പോകുന്നത് അപ്പുറം നമ്മുടെ മെയിൻ റോഡിലേക്കാണ്. പക്ഷേ ഇതുവഴി പോകാൻ പറ്റില്ല. മൊത്തം ചെളി മൂടി കിടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മറുഭാഗം ഞാൻ വീഡിയോ ആയിട്ട് തന്നെ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് തുരങ്കപാതയുടെ മറുഭാഗം. അവിടെ നിന്നും ഡയറക്റ്റ് റോഡിലേക്ക് കയറാൻ പറ്റുന്ന വഴിയാണ്. മഴയില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ഈ വഴിയിലൂടെ നടക്കാൻ പറ്റും. നമുക്ക് ഈ വഴിയിലൂടെ എത്ര ദൂരം നടക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ. നിങ്ങൾ അരുവിക്കര ഡാം കാണാൻ വരുമ്പം തീർച്ചയായും ഈ വഴി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മൊത്തം ചെളിയും വെള്ളമോട്ടൊക്കെ കിടക്കുകയാണ്. കല്യാണ മണ്ഡപത്തിൻ്റെ സൈഡിലൂടെ നമ്മുടെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല ഡാമിൻ്റെ നല്ല വ്യൂസ് ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം.
ഡാം കാണാൻ വരുന്നവർക്ക് ചായയും സ്നാക്സും ഒക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. ഈ ഡാമിൽ നിന്ന് കുറച്ച് മാറി ഈ ഡാമിൻ്റെ ഒരു റിസർവോയർ ഉണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഈ പോകുന്ന വഴിക്ക് കുടുംബശ്രീയുടെ വക ഒരു കഫേ കുടുംബശ്രീ ഉണ്ട്. അവിടെ നമുക്ക് വാഷ്റൂം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മണിദ്വീപ് എന്നറിയപ്പെടുന്ന നമ്മുടെ അരുവിക്കരയുടെ റിസർവോയറിനടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അധികം ആർക്കും അറിയപ്പെടാത്ത വളരെ പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടം. ടൂറിസത്തിന് വളരെയധികം സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഈ മണിദ്വീപ്. ഒരു 2 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന വളരെ പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇവിടം. അരുവിക്കര ഡാമിലെത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ നിന്നാൽ നമുക്ക് അരുവിക്കര ഡാമിൻ്റെ ഷട്ടറിൻ്റെ പുറകുഭാഗം നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് നമുക്കതൊന്ന് കാണാം. ഈ കാണുന്നതാണ് നമ്മുടെ ഡാം ഷട്ടറിൻ്റെ പുറകുഭാഗം.
വളരെ സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഇവിടെ. അരുവിക്കര ഡാമിൻ്റെ പ്രകൃതി ഭംഗിയേറിയ കാഴ്ചകൾ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്കായി ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. കൂടാതെ തിരുവനന്തപുരത്തുള്ള ഈ അരുവിക്കര ഡാം ഒരു വട്ടമെങ്കിലും ഒന്ന് കാണാൻ കൂടെ ശ്രമിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.